ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ 2ാം ഭാഗമാണ്. നമ്മൾ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. പാർട്ട് 2 നമുക്ക് കുറച്ചുകൂടി ചെയ്യാൻ ബാക്കിയുണ്ട്. അതാണ് ചാപ്റ്ററിൻ്റെ പേര് ആഹാരത്തിലൂടെ ആരോഗ്യം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ കാണുക, അതിനുശേഷം മാത്രം പാർട്ട് 2 കാണാം. ആഹാരത്തിലൂടെ ആരോഗ്യം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്ന ഭാഗം സമീകൃത ആഹാരം എന്ന് പറയുന്ന ഒരു ഭാഗത്തായിരിക്കണം. അപ്പോൾ ഇതിൽ നമുക്കതിന് ശേഷം വരുന്നത് എൻ്റെ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റം എന്ന് പറഞ്ഞിട്ട് അവർ ഒരു 3 ബോക്സ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവർ ഇതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ. പ്രഭാതത്തിൽ കഴിക്കേണ്ടത്, ഉച്ചയ്ക്ക് കഴിക്കേണ്ടത്, രാത്രി കഴിക്കേണ്ടത്. പിന്നീട് നമ്മളതെല്ലാം പഠിച്ചതിന് ശേഷം ഇനി നമ്മൾ എന്തൊക്കെ മാറ്റം വരുത്തണം, നമ്മൾ കഴിച്ചു കൊണ്ടിരുന്നത് കറക്റ്റായിട്ടുള്ള ക്രമമാണോ, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ള രീതിയിലാണ് ഈ ബോക്സ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഓരോരുത്തരും എങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, എങ്ങനെ മാറ്റം വരുത്തണം എന്നുള്ളത് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം തീരുമാനിക്കുക. ഇതിൽ ഞാൻ കോമൺ ആയിട്ട് പൊതുവായിട്ടുള്ളത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നമുക്ക് പാല്, ഓട്സ്, മുട്ട, പഴം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. നമ്മൾ ഓൾറെഡി കഴിക്കുന്ന ഇഡ്ഡലി, ദോശയൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിലേതെങ്കിലുമൊക്കെ ഒരു കാര്യം, ഇപ്പോൾ മുട്ടയാണെങ്കിൽ മുട്ട, പാലാണെങ്കിൽ അങ്ങനെ ഉൾപ്പെടുത്താവുന്നതാണ്. എല്ലാം കൂടി കഴിക്കണം എന്നല്ല കേട്ടോ. ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവ നമുക്ക് ചോറ് അല്ലെങ്കിൽ റൊട്ടി, പരിപ്പ്, പച്ചക്കറികൾ, ചിക്കൻ, പനീർ, തൈര്, മത്സ്യം, സാലഡ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാവുന്നതാണ്. രാത്രി ഭക്ഷണമാണെങ്കിൽ ഗോതമ്പടങ്ങിയ ചപ്പാത്തി, നട്ട്സ്, സാലഡ്, ചോറ്, പരിപ്പ് ഇതെല്ലാം ഉൾപ്പെടുത്തി നമുക്ക് കഴിക്കാവുന്നതാണ്. എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കണം എന്നല്ല കേട്ടോ. എൻ്റെ ഫുഡ് പ്ലേറ്റ്. നാം ചർച്ച ചെയ്ത പോഷക ഘടകങ്ങളിൽ ഒരു ഘടകവും ഒഴിവാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായില്ലേ? എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാതൃകയാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഒരു ദിവസം കഴിക്കേണ്ട ഭക്ഷ്യവസ്തുക്കളുടെ അളവുകൾ ചിത്രത്തിൽ നോക്കി കണ്ടല്ലോ. നമ്മളെല്ലാം കഴിക്കണം, പക്ഷെ അതൊരു അളവിനെ കഴിക്കാൻ പാടുള്ളൂ. നമുക്കത് അറിയണമെന്നുമില്ല. ഒരു ദിവസം കഴിക്കേണ്ട ഫുഡായിട്ട് ഭക്ഷണ സാധനങ്ങളുടെ അളവാണ്. അപ്പോൾ നമ്മൾ പഴങ്ങളാണെങ്കിൽ 100 ഗ്രാം, പയറുവർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യം, മാംസം 85 ഗ്രാം, പാല്, തൈരാണെങ്കിൽ 300 ml, അണ്ടിപ്പരിപ്പുകളും വിത്തുകളും 30 ഗ്രാം, കൊഴുപ്പുകൾ അടങ്ങിയത് 27 ഗ്രാം, ധാന്യങ്ങൾ 260 ഗ്രാം, പച്ചക്കറികൾ 400 ഗ്രാം. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ഒരു പ്ലേറ്റിൽ നമ്മൾ ഭക്ഷണ വസ്തുക്കളുടെ അളവ്. ഈ ഗ്രാം കണക്കിലാണ് ശരിക്കും നമുക്ക് വേണ്ടത്. അടുത്തത്, നിങ്ങളുടെ ആഹാര രീതി അനുസരിച്ച് എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെടുന്ന വിധം ഒരു ദിവസത്തെ ഭക്ഷണ ചാർട്ട് തയ്യാറാക്കി വീട്ടിലും ക്ലാസ്സിലും പ്രദർശിപ്പിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അരി അവർ തന്നിട്ടുണ്ട്. നേന്ത്രപ്പഴം, ഓട്സ്, ബാർലി ഇതിലെല്ലാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. നെക്സ്റ്റ് കൊഴുപ്പ് അടങ്ങിയത് നമുക്ക് നെയ്യ്, മത്സ്യം അതിലെല്ലാം കൊഴുപ്പുണ്ട്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ, അവക്കാഡോ ഇതിലും കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ വിറ്റമിൻ നെല്ലിക്ക, പപ്പായ, നാരങ്ങ ഇതിലെല്ലാം വിറ്റമിൻ ഉണ്ട് കേട്ടോ. ഓറഞ്ച് ഇതിലെല്ലാം വൈറ്റമിൻസ് ഉണ്ട്. കൂടാതെ ക്യാരറ്റ്, ചീര ഇതിലും വിറ്റമിനുകളുണ്ട്. ധാതുക്കൾ നമുക്ക് ലഭിക്കുന്നത് ഇലക്കറികൾ, പ്രോട്ടീൻ പറയാം കേട്ടോ. പ്രോട്ടീൻ ആണെങ്കിൽ കോഴിയിറച്ചി, കടൽ മത്സ്യങ്ങൾ, പാല്, നിലക്കടലിൽ നിന്ന് പ്രോട്ടീൻ കിട്ടും. ധാതുക്കൾ നമുക്ക് കിട്ടുന്നത് ഇലക്കറികൾ, ബീൻസ്, ക്യാബേജ്, അണ്ടിപ്പരിപ്പിൽ നിന്ന്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഒരു ദിവസത്തെ ആഹാര രീതിയിൽ നമ്മൾ പോഷക ഘടകങ്ങൾ ഉൾപ്പെടുത്തേണ്ടതെന്നാണ് പറയണത്. എല്ലാം വേണം. കാർബോഹൈഡ്രേറ്റ് വേണം, കൊഴുപ്പ് വേണം, വിറ്റമിൻ വേണം, ധാതുക്കൾ വേണം, പ്രോട്ടീൻ വേണം, എല്ലാം അടങ്ങിയതായിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് ഉച്ചഭക്ഷണവും കാലോറിയും. സ്കൂൾ ഉച്ചഭക്ഷണത്തിൻ്റെ 5 ദിവസത്തെ മെനു പരിശോധിക്കൂ. അതിൽ എന്തെല്ലാം വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഓരോ ദിവസത്തെയും മെനു ടീച്ചറുമായി ചർച്ച ചെയ്ത് വിഭവങ്ങളും അവയിലടങ്ങിയ പോഷകഘടകങ്ങളും പരിശോധിച്ച് പട്ടികപ്പെടുത്തു. അപ്പോൾ നിങ്ങളുടെ ഉച്ചഭക്ഷണത്തിൽ എത്ര കാലോറി, ഓരോ ദിവസങ്ങളിലും തരുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെ പോഷക ഘടകങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്ത് എഴുതണം കേട്ടോ. ഓരോ ദിവസത്തെയും വിഭവങ്ങളും പോഷക ഘടകങ്ങൾ രേഖപ്പെടുത്തിയത് ശ്രദ്ധിച്ചില്ലേ? കുട്ടികൾക്ക് സമീകൃതാഹാരം ലഭിക്കുന്ന രീതിയിലാണ് സ്കൂൾ ഉച്ചഭക്ഷണത്തിന് തയ്യാറാക്കിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ സ്കൂളിൽ ഉച്ചഭക്ഷണം തരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം എന്തൊക്കെയാണ് തരുന്നത്, എന്തൊക്കെ വിഭവങ്ങളാണ്, അതിൽ നമ്മൾ ഈ പഠിച്ച വിഭവങ്ങൾ എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ പോഷക ഘടകങ്ങൾ അടങ്ങിയതാണ് തരുന്നത് എന്നുള്ളത്. എന്നിട്ട് ഇത് ചാർട്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ്,
എന്താണ് കാലോറി എന്നുള്ളതാണ്. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആണ് കാലോറി. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? ഊർജ്ജം ലഭിക്കാനാണ്. ആ ഊർജ്ജത്തിന്റെ അളവിനെ നമ്മൾ പറയുന്നത് കാലോറി എന്നാണ്. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജ്ജം ആവശ്യമാണ്. എല്ലാത്തിനും നമുക്ക് ഊർജ്ജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കാലോറി വരെ ഊർജ്ജം ആവശ്യമാണ്. അപ്പോൾ ഒരു പുരുഷന് ഒരു ദിവസം വേണ്ട ഊർജ്ജം എത്രയാണ്? കാലോറി എത്രയാണ്? 1900 മുതൽ 2400 കാലോറി വരെ. ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്ക് പ്രതിദിനം ശരാശരി 1600 മുതൽ 2000 കാലോറി വരെ. ഇപ്പോൾ സ്ത്രീക്കും പുരുഷനും കാലോറി ലെവൽ വ്യത്യാസമുണ്ട്. സ്ത്രീക്ക് 1600 ആയിട്ട് 2000 ഉള്ളിൽ കാലോറി മതി. ഒരു മുതിർന്ന കുട്ടിക്ക് പ്രതിദിനം ശരാശരി 1200 മുതൽ 1400 കാലോറി വരെ ഊർജ്ജം ആവശ്യമാണ്. ഒരു മുതിർന്ന കുട്ടിക്ക് വേണ്ടത് എത്രയാണ്? 1200 മുതൽ 1400 വരെ കാലോറി. ഓക്കെ. സ്കൂൾ ഉച്ചഭക്ഷണത്തിലൂടെ ഏകദേശം 750 കാലോറി ഊർജ്ജം ലഭിക്കുന്നു. മറ്റു നേരങ്ങളിൽ കഴിക്കുന്ന ആഹാരത്തിലൂടെ ആവശ്യമായ ബാക്കി കാലോറി ലഭ്യമാക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഇവർ പറയുന്നത് സ്കൂൾ ഉച്ചഭക്ഷണത്തിലൂടെ 750 കാലോറി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായി ചെലവ് കുറഞ്ഞതും പോഷക സമൃദ്ധമായ വിഭവങ്ങൾ നിർദ്ദേശിക്കാമോ? നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്താനായിട്ട് എന്തൊക്കെ ഉൾപ്പെടുത്താം? ചെലവ് കുറഞ്ഞതായിട്ടുള്ള ഫുഡ് എന്തൊക്കെ, വിഭവങ്ങൾ എന്തൊക്കെ നിർദ്ദേശിക്കാം എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നിലക്കടല, മുട്ട, മധുരക്കിഴങ്ങെല്ലാം ഉൾപ്പെടുത്താം. അത് കൂടാണ്ട് ഗോതമ്പ്, തൈര്, നേന്ത്രപ്പഴം, ക്യാരറ്റ്, മത്സ്യം ഇതെല്ലാം ഉൾപ്പെടുത്തി വിഭവങ്ങളൊക്കെ കഴിക്കാം. അങ്ങനെയും ചെയ്യാം. അടുത്തത് പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ആഹാരം പാകം ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാമാണ് പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്? എങ്ങനെയൊക്കെ നഷ്ടപ്പെടും? നമ്മൾ ആഹാരം പാകം ചെയ്യുന്ന സമയത്ത്, പച്ചക്കറി മുറിച്ചതിന് ശേഷം കഴുകുന്ന സമയത്ത് അതിൻ്റെ പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെ നഷ്ടപ്പെടും ചോദിച്ചാൽ, അമിതമായി വേവിച്ച് കഴിക്കുമ്പോൾ, നമ്മൾ ചില പച്ചക്കറികളൊക്കെ ചെറുതായി വേവിച്ച് കഴിച്ചാൽ മാത്രം മതി. നമ്മൾ ഒരുപാട് കുക്ക് ചെയ്യുമ്പോൾ, ഒരുപാട് വേവിക്കുമ്പോൾ അതിൻ്റെ നല്ല ഗുണങ്ങൾ അങ്ങോട്ട് നഷ്ടപ്പെടും. പിന്നെ ആഹാരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ സുഗന്ധവ്യഞ്ജന പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ, സ്പൈസസ് എന്ന് നമ്മൾ പറയില്ലേ, കുരുമുളക്, ഏലക്ക, അതുപോലെ തന്നെയുള്ള സുഗന്ധവ്യഞ്ജന പദാർത്ഥങ്ങൾ ഒരുപാട് ഉപയോഗിക്കാൻ പാടില്ല. തുറന്നു വെച്ചിരിക്കുന്ന ആഹാരം വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ഒരുപാട് നേരം ആഹാരം തുറന്നു വെക്കാൻ പാടില്ല. അത് വായുവുമായിട്ട് സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞാലും എന്ത് സംഭവിക്കും? അത് കേടായി പോവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ള പ്രശ്നങ്ങളെല്ലാം വരും. ഓക്കെ. പഴങ്ങളും പച്ചക്കറികളും മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ വീട്ടിലെ മുതിർന്നവരുമായി ചർച്ച ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആരോഗ്യത്തോടെ വളരാൻ പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പോഷക സമൃദ്ധമായ ആഹാരം ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് മാത്രമല്ല, അത് നമ്മുടെ അവകാശവുമാണ്. നമ്മുടെ ചാപ്റ്റർ അവിടെ തീരുകയാണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബാക്കിൽ, അത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പോഷക ഘടകങ്ങളും അവ കൂടുതലായി അടങ്ങിയിരിക്കുന്ന ആഹാര വസ്തുക്കളുമാണ് നമുക്ക് മാച്ച് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് ധാന്യങ്ങളിലാണ് കൂടുതൽ, ധാതുക്കൾ ഇലക്കറികളിൽ നിന്ന് കിട്ടും, കൊഴുപ്പ്, എണ്ണകൾ, പ്രോട്ടീൻ, പയറുവർഗ്ഗങ്ങൾ, മുട്ട. അയഡിൻ അടങ്ങിയ ആഹാരം കഴിക്കാത്ത ഒരു വ്യക്തിക്ക് വരാവുന്ന ആരോഗ്യ പ്രശ്നം എന്താണ്? ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അയഡിൻ്റെ അഭാവം മൂലമാണ് ഗോയിറ്റർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, നാരുകളെ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല. പിന്നെ എന്തിനാണ് നാരുകളുള്ള ആഹാരം കഴിക്കണമെന്ന് പറയുന്നത്? നാരുകൾ അടങ്ങിയതിൻ്റെ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആൻസർ നോക്കാം. നാരുകൾ പോഷക ഘടകമല്ല, എങ്കിലും ദഹനം, അതുപോലെ വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൊമ്പ് തുടങ്ങിയവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. ഓക്കെ. പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏത് പോഷക ഘടകമാണ് വേണ്ടത്? ഈ പോഷക ഘടകം നമുക്ക് ഏതൊക്കെ ആഹാര വസ്തുക്കളിൽ നിന്ന് ലഭിക്കും? പല്ലിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല്ലിൻ്റെ ആരോഗ്യത്തിന് വേണ്ട പോഷക ഘടകമാണ് ധാതുക്കൾ. കാൽഷ്യം എന്ന ധാതുവാണ് വേണ്ടത്. മുട്ട, പാൽ എന്നീ ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും കാൽഷ്യം ലഭിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ടീച്ചർ ഇന്ന് അയൺ ഗുളിക തന്നു, പക്ഷെ ഞാനത് കഴിച്ചില്ല. അരുണ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് യോജിക്കുന്നില്ല? ടീച്ചർ കൊടുത്ത അയൺ ഗുളിക കുട്ടി കഴിക്കേണ്ടതാണ്. അയൺ ഗുളിക വിളർച്ച, അനീമിയ തടയാൻ സഹായിക്കുന്നു. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിറ്റമിനുകളും ധാതുക്കളും നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിലല്ലേ ആവശ്യമുള്ളൂ. അതിനാൽ അവ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ കുറച്ച് മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. ഒരു കുട്ടിയുടെ അഭിപ്രായമാണ്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഈ കുട്ടി പറഞ്ഞത് കറക്റ്റ് ആണല്ലേ? അതിൻ്റെ ആൻസർ നോക്കാം.
കുട്ടി പറഞ്ഞതിനോട് യോജിക്കുന്നു. വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ളൂ. എങ്കിലും വേണ്ടത്ര അളവിൽ അവ ലഭ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്. നമ്മുടെ ചാപ്റ്റർ 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്യുക.